ഹലോ ഗായ്സ്, എല്ലാവരും സ്പാട് 6ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പം അടുത്ത നമ്മൾ മെയിൻ ഗോൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അതെ ഗൈസ്, നമുക്കൊന്ന് പാത്തുനിന്ന് കണക്ട് ചെയ്യണം. എവിടേക്ക്? ഇവിടെ നിന്ന് ഇവിടേക്കും അവിടേക്കൊക്കെ ഒരു പാത്ത്, നല്ല പാത്ത് കണക്ട് ചെയ്യണം. ഞാനിതിനെ അതിലൊക്കെ പൊട്ടിച്ച് വരണം. ഇതുപോലത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പൊട്ടിച്ച് വരണം. ചെയ്യാം. ഇപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പണിയായിട്ട് വേണം കേട്ടോ. കുറച്ചൊക്കെ അത്യാവശ്യം നല്ല പണിയുണ്ട്. പാത്ത് വയ്ക്കുന്നുണ്ട്. ലൈറ്റ് നമുക്ക് പിന്നെ വയ്ക്കാം. ഏത് ലാൻഡേണൊക്കെ. കാര്യം എന്ന് വെച്ചാൽ അവിടെ അയണില്ല, അയൺ ഫാം ഉണ്ടാക്കണം. അപ്പോൾ എന്തായാലും അടുത്ത കുറച്ച് എപ്പിസോഡ് കണ്ട എൻ്റെ 3 വയ്ക്കാൻ രസമാണ്. അടുത്ത 2 എപ്പിസോഡ് കൊണ്ട് നമുക്ക് ബ്ലേസ് കൊടുക്കണം. എന്തായാലും ഈ സൈഡ് എന്തായാലും കോപ്പി ചെയ്യണ്ട പൊസിഷൻ ഇരിക്കട്ടെ. നമ്മളെന്തായാലും നാളെ എവിടെയെങ്കിലും പോയാൽ നെതറിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഈ സ്ഥലം കോപ്പി ചെയ്ത് വെക്കണം. ഇങ്ങനെ എടുക്കണത് എന്തെങ്കിലുമൊക്കെ ആവട്ടെ. നമുക്കൊരു ഷവലും കൂടെ ഉണ്ടാക്കാം. എൻ്റെ എനിക്ക് ഒരുപാട് മിസ്കളൊക്കെ പോരണം കേട്ടോ. ഇച്ചിരി മുമ്പ് അവർ കാണുന്നില്ലേ, കോർഡിനേറ്റ്സ് കോപ്പി ചെയ്തു. ഏതാ നമ്മുടെ സെറ്റപ്പ്? എൻ്റെ വാട്ടർ ബക്കറ്റിനുള്ള എൻ്റെ വാട്ടർ ബക്കറ്റ് കഴിക്കിട്ട് ഇങ്ങനെയല്ലല്ലോ, ഇങ്ങനെ ഇറങ്ങുമെന്ന് എനിക്ക് തോന്നല്ലോ. അത്രേ ഉള്ളൂ. നമ്മൾ ക്ലിയർ ചെയ്തായിരുന്നു അല്ലേ? ശരി ക്ലിയർ ചെയ്തു. നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് പാത്ത് ഇങ്ങനെ അമ്മണി പക്ഷേ അവരെ കൊന്നു. സമാധാനം. കുറച്ചുകൂടെ ടാപ്പ് ചെയ്ത് പോവാം. ഒന്ന് ഇവിടെ കണക്ട് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ തോന്നിയതൊക്കെ പൊട്ടാനുള്ളതാണ്. ഒന്നും ഇവിടെ കണക്ട് ചെയ്യുന്നത് നമ്മൾ മൈനിങ് ഏരിയയിലേക്ക് കണക്ട് ചെയ്യണം. ഈ ചെറിയ പുല്ലിരിക്കണതാണ് പ്രശ്നമാണല്ലോ. അതൊക്കെ ഈ പുല്ലടിച്ച് പോലെ ഇട്ടാ ഇങ്ങനെ മതി. ഇവിടെയൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. ഇത് ഇന്ന് കുറച്ച് ബ്ലോക്ക് വെച്ച് ഷഫിൾ ചെയ്യാം. ഷഫിൾ ചെയ്ത് മീൻസ് ഇടയ്ക്കൊക്കെ കൊബിൾ സ്റ്റോണും അങ്ങനത്തെ ബ്ലോക്കൊക്കെ വയ്ക്കാം. സ്റ്റോൺ ഉണ്ടാകാറ് സ്റ്റോൺ വയ്ക്കാൻ പറ്റില്ല. നമുക്ക് എന്തായാലും അടുത്ത ഡയമണ്ട് പിക്ക് ഒപ്പിക്കണം. നമ്മൾ ഡയമണ്ട് പിക്ക് വില്ലേജറിൻ്റെ ആയിരിക്കും എടുക്കണത്. ഇതൊരു സുഖമല്ലല്ലോ. ഓക്കെ, കുറേ ഫ്രണ്ട്സ് ചുറ്റുമല്ലോ. ഒരു സിമെട്രി ഇല്ലാത്തവരാണല്ലോ. ഇത് പൊട്ടി വരാം. നമുക്ക് സിമെട്രി വേണം. കുറച്ച് ഫെൻസ് ഉണ്ടാക്കൊണ്ടുവരാം. ഫെൻസിന് ഉണ്ടാക്കിയിട്ടുണ്ടോ നോക്കട്ടെ. നമുക്ക് അടുത്തതിനൊരു ഫുഡ് ഫാം ഉണ്ടാക്കണം. ഒരുപാട് ദിവസം ചിന്തിക്കണം. മൈൻഡ് കട്ടങ്ങളാണ്. നല്ലൊരു ഫാമൊന്നുമില്ല. ഇത് ബെഡ്റോക്കായി പോലെ കൗ ക്രഷറൊക്കെ ഉണ്ടാക്കി ഞാൻ ഇരിക്കട്ടെ. കുറച്ചധികം ഉണ്ടാക്കണം. നമുക്ക് 32 സ്റ്റിക്ക് ഇരിക്കട്ടെ. അവിടെ നല്ല മഴക്കാറുണ്ടല്ലോ. ഇത് കളയണ്ട. ഓക്കെ, നമുക്ക് എന്തായാലും സെറ്റ് ചെയ്യാം. ഏതല്ലേ ഇവിടെ കുറയ്ക്ക് വയ്ക്കാം. ഒരുപാട് സോംബിയൊക്കെ ഒന്ന് ചാടിയിടവേ. നമ്മൾ തികയിലാണല്ലോ. എത്ര വേണം? 1 2 3 ഒരു ഗേറ്റും. ഒരു ഫെൻസ് ഗേറ്റ് ഉണ്ടാക്കാം. ഒരു ഫെൻസും ഉണ്ടാക്കാം. ഒരു ഫെൻസ് എത്ര കിട്ടും? 6 4 3 തന്നെ. നമുക്ക് എളുപ്പമല്ലേ? ഗ്ലിച്ചില്ലുണ്ടോ? ലാഗുണ്ടോ? ഒരു ഫീലില്ല.
ഓ ഇപ്പോൾ ഏത് പോലീസാണോ തെറ്റൊക്കെ പറ്റൂലേ ഇത് മനസ്സിലേക്ക് പോലെ ഓ ഏതാണേ ഒരു സുഖമില്ലാത്ത തോന്നുന്നു ഇങ്ങനെ ഇരിക്കട്ടെ നമുക്ക് പിന്നെ സെറ്റാക്കാം. അതോടെ മഴ തുടങ്ങി. ഗെയിമിൻ്റെ കാര്യമല്ല റിയൽ ലൈഫിൽ മഴ പെയ്തു. ഇതൊക്കെ എടുത്തേക്കാം. കൊബിൾ സ്റ്റോൺ ഇല്ല എന്തെങ്കിലും ആവട്ടെ. നമുക്ക് മാത്രമാണ് ഇങ്ങനത്തെ ഗതി. ഓ പക്ഷെ അത് എൻ്റെ മിസ്റ്റേക്കാണ്, ഞാൻ പറയാനുള്ള ഇവിടെ ഓർമ്മ മിസ്റ്റേക്കാണ്. ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോ അതെൻ്റെ മിസ്റ്റേക്കാണ്, അത് വീണ്ടും പറഞ്ഞു. ഇങ്ങനെ പതുക്കെ കുറച്ചൊക്കെ ഉണ്ടാവും. കുറച്ച് ബ്ലോക്ക് ഇരിക്കണ്ടായിരുന്നല്ലോ എന്ത് അത് എൻ്റെ മിസ്റ്റേക്കാണ്. ഇവിടെ ഓർമ്മ വെച്ചേക്കാം, ഇവിടെ വെച്ചേക്കാം. ഹൈറ്റ് വേരിയേഷൻ കുറച്ച് ഇതും കൂടി വെച്ചേക്കാം. കുറച്ച് ഹൈറ്റ് വ്യത്യാസം നിന്നിട്ടുണ്ടായി. ഇത് സെറ്റ് ഇത് കൂടി വെച്ചേക്കാം. ചുമ്മാ കയ്യിലിരിക്കണല്ലേ. ഇത് അങ്ങനെ കുറച്ച് സ്ലാബൊക്കെ വെച്ച് ഹൈറ്റ് വെച്ച് കൊണ്ടുവരാം. ഇതിനെങ്ങനെ വാങ്ങിയാനാ ഒരു പിടിയില്ല. നമുക്ക് പറഞ്ഞ താഴത്തേക്ക് കൊണ്ടുപോകട്ടെ. ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായാലും അത് ഫുള്ള് മൈനാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യും. നിങ്ങൾ വയ്യ, നിങ്ങൾ പറഞ്ഞാലും ചെയ്യാം. നിങ്ങളിപ്പോൾ എന്താ പറയുക, ഇത് ഫുള്ള് ഇങ്ങനെ മൈനത് പോവുകയാണെങ്കിൽ ഞാൻ ചെയ്യാം, നോ പ്രോബ്ലം. ചെറുതായിട്ട് പ്രോബ്ലം ഉണ്ട് കേട്ടോ. എത്ര മതി പിന്നെ എടുക്കാം. അത് ഇൻട്രസ്റ്റ് ആക്കാം. നമുക്ക് ബെഡ്റൂമിൽ ഇട്ടില്ല മറ്റേ സാധനം ഉണ്ടാക്കാൻ പറ്റുമോ? ഏത് എൻ്റെ പേര് മറന്നു. അച്ഛൻ പേടിച്ചും വെള്ളം. അത് ഇൻട്രസ്റ്റ് ആക്കാം. ഡേട്ടിൻ്റെ സ്ലാബ് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമാണ്. കുറച്ച് സ്ലാബ് ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ എല്ലാവരും ഇങ്ങനെ വരും. ഇപ്പോൾ ഒരു മഴ വീണ്ടും ഫ്രണ്ടിൽ നിൽക്കണ്ട. ഫ്രണ്ട് വയ്ക്കുമ്പോൾ എന്തോ ഫ്രഷ് ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ റൈറ്റ് ഇവിടെ 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 ഇവിടേക്ക് വേണ്ടായിരുന്നു കുടിച്ചോട്ടെ. എന്നിട്ട് ആണെങ്കിൽ ഇവിടെ കൂടെ ഓർമ്മിച്ചേക്കാം. നല്ല മഴ ഉണ്ടോ? കോഴ്സിലിട്ട് ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് രാവിലെ വേണ്ടേ? അതൊക്കെ നമുക്ക് സെറ്റാക്കാം. രാവിലെ നമുക്ക് നമ്മുടെ കയ്യിലില്ല. ഫുള്ള് വെച്ചിട്ട് ഉണ്ടാക്കാം എന്നാണ് എന്തുകൊണ്ടും ബെറ്റർ ഐഡിയ. അത് കാരണം എനിക്കിപ്പോൾ ഒന്നുമില്ല, അതായത് എനിക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. എന്നാണ് എന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. ഇതൊന്ന് ഫുൾ ഇതുണ്ടാക്കി കാണാം. നമ്മൾ അയൺ ഫാം ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ മണ്ടേക്കട ലാൻഡ് ഓണൊക്കെ വയ്ക്കാം. പുറത്തോട്ട് ഇങ്ങനെ വയ്ക്കാം. എന്നിട്ട് അതിന് മണ്ടയ്ക്ക് കയറാത്ത ഫുൾ മിസ് ക്ലിപ്പ് കുറച്ചുകൂടെ ഉണ്ടാക്കിയിട്ട് വരേണ്ടവരോടാ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഇവിടെ ഓർമ്മ ഇരിക്കട്ടെ, ഓർമ്മ അങ്ങനെ ഇരിക്കട്ടെ.
നമുക്ക് കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ. രാവിലെ പോയി എടുത്തിട്ടൊന്നാലോ, അല്ല രാവിലെ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ ഇപ്പം നോക്കട്ടെ, കുറച്ച് കോഴ്സ് ആയിട്ടുണ്ടായിരുന്നു. രാവിലെ പ്ലീസ് 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 ഇല്ല കേട്ടോ. നമുക്കെന്തായാലും ഇവിടെ ഒരു ലാൻഡ് വയ്ക്കാം. ഇവിടെ പറഞ്ഞിരിക്കട്ടെ, ഇവിടെ അതിങ്ങനെ ഇരിക്കട്ടെ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് വയ്ക്കണ്ട, ഇവിടെ അവിടെ ഒരെണ്ണം വയ്ക്കാം. കുറച്ച് ഗ്രാവൽ കൊടുത്തിട്ടിടാം. ഗ്രാവൽ എടുത്ത് അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ് നമ്മളിപ്പോൾ ഗ്രാവലൊക്കെ എടുത്തു. ഇപ്പോൾ ചെറിയൊരു ഡെത്ത് പറ്റി. എന്താ വെച്ചാൽ ഒരു സോംബി വില്ലതിൽ കൊല്ലാനുണ്ടോ. ഞാൻ അതിനെ പോയി കൊല്ലാൻ നോക്കി. അവരാണ് ഒരു സ്പിയർ പിടിച്ചിരിക്കുമായിരുന്നു. ഞാൻ നേരെ അവൻ്റെ അടുത്ത് കയറി കൊടുത്തു. ഞാൻ എത്തു. എന്തായാലും വില്ലേജിൻ്റെ അവിടെ റീസ്പോൺ സെറ്റ് ചെയ്താറും എൻ്റെ കാര്യം. റീസ്പോൺ സെറ്റ് ചെയ്തതല്ല, ഉറങ്ങിയത് നൈറ്റ് ചെയ്താ. അപ്പോൾ എന്ത് രസമാണ് നമ്മൾ വീടാണ്. ഏത് സ്വന്തം ഇവിടെ റീസ്പോൺ സെറ്റ് ചെയ്യാം. ഓക്കെ, റീസ്പോൺ സെറ്റ്. നമുക്കതിൽ കുറച്ച് കോഴ്സ് ഇട്ടിട്ടുണ്ടാക്കാം. ഇതായിരിക്കണം എത്ര ഉണ്ടാക്കാൻ പറ്റുള്ളൂ? 12 ഇത് ഇവിടെ വയ്ക്കാം. ഇവിടെ വയ്ക്കാം, ഇവിടെ വയ്ക്കാം, ഇവിടെ വയ്ക്കാം, ഇവിടെ വയ്ക്കാം. ഓർമ്മ ഇവിടെ വയ്ക്കാം. പിന്നെ ഓർമ്മ ഇവിടെയും വയ്ക്കാം. ഇത് നമുക്ക് ലാൻഡാണോ കോപ്പിക്കുമ്പോൾ എല്ലാം സെറ്റാവാം. മുകളിൽ നിന്ന് നോക്കട്ടെ. നമുക്ക് കുറച്ച് എന്താ പറയുക, ബ്രെഡൊക്കെ കിട്ടിയായിരുന്നു. ആ പൊട്ടട്ട് കിട്ടിയല്ലോ. ഓ ഏതാ രസം, ഏതൊരു രസം. ഒരു പാലം അതല്ല ലാൻഡിനോട് സെറ്റ് ചെയ്യാൻ കൊന്നാവും. നമുക്കത് ഇതുകൊണ്ടൊന്നും നടാം. ഒരു ഡെത്ത് കിട്ടിയെന്ന് വെച്ചാൽ അപ്പം സാധനം കൈ കിട്ടില്ല. ഓക്കെ, ഇത് മതി. യെസ്, ഇത് ചെയ്യാൻ ഇതിരിക്കട്ടെ, അതോടെ ഇരിക്കട്ടെ. ഓർമ്മ ഏതാ രസം. ഇന്നത്തെ എടുത്തുള്ളൂ. നമുക്ക് നല്ല നാളെ അടുത്തൊരു എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ. ഗൈസ് നമ്മളിതിപ്പോൾ വീഡിയോ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പിങ്ക് ഷിപ്സ് വേണടാ. ഇത് എന്ത് റയർ അറിയോ? അവിടെ എനിക്കിതിന് ബ്രീഡ് ഒന്നുമില്ലോ. അവിടെ നല്ല വിഷമമുണ്ടാ. നെയിം ടാഗില്ലല്ലോ, ഒന്നുമില്ല. എൻ്റെ ലക്കിന് ഇപ്പോൾ വീഡിയോ എടുത്ത് കഴിഞ്ഞുള്ളൂ. വാ, അവിടെ എവിടെയെങ്കിലും കിടക്കണോ? ഒച്ചു സത്തൊന്നുമില്ലല്ലോ. നമുക്ക് എന്തായാലും വില്ലേജിൽ പോയിട്ട് വരാം. അവിടെ ഇവന് എന്ത് കൊടുക്കണോ? എൻ്റെ ഇപ്പോൾ ഒന്നുമില്ലടോ. അവിടെ വീട്ടിൽ പിടിച്ചിട്ടോ. നീ വന്നേ. അവിടെ ഇങ്ങനെ എന്നെ ആളുകൊണ്ട് ഡീസ്പോണായാലോ. അവിടെ വേഗം പോടാ. എന്ത് അയ്യോ, ഇതൊക്കെ എന്നാ റയറാണ്. 0.16 എന്തോ ഇതാ. അവിടെ വല്ല വീറ്റുണ്ടോ. അച്ഛനെ വേഗം വന്നേ. അവിടെ എൻ്റെ ലക്കൊന്നും അന്വേഷിച്ചാൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ലല്ലോ. വീഡിയോ എടുത്ത് ഒപ്പം തന്നെ ഞാൻ കണ്ടു. വിഷമാവടാ, വീഡിയോ കാണിക്കാൻ പറ്റില്ലല്ലോ. ഒരു ചെസ്റ്റുള്ള വീഡിയോ കാണാം. അയ്യോ ചാടലേ. ചാടിയില്ല. സമാധാനം. ചാടിയിട്ടൊന്നും പറ്റില്ലല്ലോ. ഒന്നും പറ്റില്ല. അതുപോലെ വീട്ടുണ്ടോ? ഓർഡർ കണ്ടില്ല. ചത്ത് വീട്ടിൽ കൊണ്ട് പോയാലോ. ഇവിടെ അടുത്ത് വീടുണ്ടായിരുന്നു. അവിടെ എന്തെങ്കിലും ഉണ്ടാവും.
ഓ യെസ് ആർ എക്സ്ട്രീംലി ലക്ക്. എനിക്കിത്തിരി പിങ്ക് ഷീപ്പിൻ്റെ അച്ചീവ്മെൻറ്റുകൾ എടുക്കണം. ആ പിങ്ക് പൂവിൻ്റെ കമ്പ്രോ എന്ത് ലക്കടത്. ഇതന്നെ പിങ്ക് ഷീപ്പ്. അവിടെ കയറുക. ഇതിനെ ഓ താൻ പോടോ. അവിടെ കയറുവാടോ. ചാവില്ലടാ. വയ്യാടോ. കഷ്ടപ്പെട്ട് കിട്ടിയാടോ. കഷ്ടപ്പെട്ടൊന്നുമില്ല കേട്ടോ. ലക്കിന് കിട്ടിയതാ. ആ വേറെ എന്തിനു കുതിച്ചെന്ന് അറിയാം ഇതിനുവേണ്ടി. സബ്ജക്റ്റ് ആവില്ല. സബ്ജക്റ്റ് ആവരുത്. ഞാൻ കുറച്ചുകൂടി മീറ്റ് കൊടുക്കാൻ പോകാം. മതി. അവിടെ ലക്കൊന്നും ഓടിച്ച് എന്നാലും ഞാൻ ചാവാതെ ആ വീടിൽ കൊണ്ടുപോകണം. ഇത് വീണ്ടും പൊട്ടിയത്. അവിടെ വേഗം പോറാ. അവിടെ ഇന്ന് ഞാൻ ചെറിയ സാധനം ഉണ്ടാക്കാൻ ചോദിച്ചപ്പോൾ വലിയ സാധനം കിട്ടില്ലടാ. അവിടെ നല്ല ഇടിവെട്ടും മഴയുണ്ട്. വേഗം വന്നേ. കയറിയ ബ്രോ. വാടാ. കൊല്ലിട്ടാ. ഇതാ വേറെ ഞാൻ ചൊല്ലും. ചിക്കൻ തന്തൂരുടെ സൈഡിനെ എതിരെ കെട്ടിയിരിക്കും. ഐ ലവ് മൈൻക്രാഫ്റ്റ്. എന്താ അങ്ങനെ കൊണ്ടൊക്കെ നമ്മുടെ ബന്ധുക്കാരാണല്ലോ അവർ. വീണ്ടും പൊട്ടി. ഇവിടെ ചാടിപ്പോലെ. ഇതേ വീഡിയോ പോയിട്ട് ഷെയർ ചെയ്തിട്ട് ഇതിൻ്റെ ഇതെടുക്കണം. ഗോൾഡ് എടുക്കണം. ആദ്യത്തെ അച്ചീവ്മെൻ്റ് സെറ്റാവും. അവിടെ ഈ പിങ്ക് ഡൈ ഓർത്ത് നോക്കിയാണ്. ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരായിരുന്നു. പിങ്ക് ഡൈ ഓർത്തല്ലാണ് നാച്ചുറലി സ്പോണായത്. എന്തെങ്കിലും ആവട്ടെ. നമുക്കെന്തായാലും ഇതൊക്കെ അടങ്ങാത്ത എപ്പിസോഡ് എന്തായാലും അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ ബൈ.